ഓക്കെ, സോ എല്ലാവർക്കും എച്ച് പി സോൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐഫോൺ 16 16+ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സോ എനിക്കറിയാം 9-ാം തീയതിയാണ് ഐഫോൺ 16 പ്രോയും പ്രോ മാക്സും പിന്നെ iWatchും എല്ലാം റിലീസായത്. സോ നമ്മൾ ലേറ്റാണ് ഇച്ചിരി, എന്നാലും ഓക്കെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 16-ഉം 16+ൻ്റെ മാത്രമേ പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇതൊരു അൺബോക്സിങ് വീഡിയോ അല്ല. സോ ഞാൻ ഫീച്ചേഴ്സ് മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഇച്ചിരി ബോറായിട്ട് തോന്നും. സോ ഈ അൺബോക്സിംഗ് ഒക്കെ ഇടയ്ക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അവിടെ വരും. സോ ഇതിൽ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ വരാത്തതുകൊണ്ട് തന്നെ 16-16+നെ കുറിച്ച് മാത്രമേ ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നുള്ളൂ. സോ എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനാണ് അത് ചെയ്യുന്നത്. സോ 16 പ്രോയും പ്രോ മാക്സിൻ്റെയും വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. സോ അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ അത് കാണണമെങ്കിൽ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക, കൂടുതൽ ആ ബെല്ലൈക്കണും കൂടുതൽ ഓൾ ഇടുക. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ബാക്കിയുള്ളവരുടെ വീഡിയോസും കൂടെ കണ്ട് നിങ്ങളൊന്ന് റീച്ചൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂട്ടാം. സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ 16-16+ ആണ്. പിന്നെ ഞാൻ മെയിൻലി ഈ ഒരു ഇവൻറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന ആപ്പിൾ തന്നെ എടുത്ത് കാണിക്കുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് ആണ്. സോ അതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. സോ ചാനൽ ആദ്യമായിട്ട് തൊട്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഓൾ ഇടുക. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ ഐഫോൺ 16-16+ഉം 5 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഫസ്റ്റ് വൺ അൾട്രാ മറൈൻ, സെക്കൻഡ് വൺ ടീൽ, പിന്നെ പിങ്ക്, പിന്നെ കഴിഞ്ഞ വർഷം വന്ന വൈറ്റും ബ്ലാക്കും ആണ്. സോ പുതിയ കളർ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇപ്രാവശ്യത്തെ ഐഫോൺ ഇവൻറ്റിൻ്റെ കളികൾ കൂടുതലും കളേഴ്സിലാണ്. കാരണം നമ്മുടെ ഐപോഡ് പ്രോ മാക്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനും കൂടുതൽ കളർ ഓപ്ഷൻസ് ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മെയിനായിട്ട് ഈവൻറ്റ് ഹൈലൈറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ പുതിയ കളേഴ്സും പിന്നെ നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസും ആണ്. ഈ ആപ്പിൾ ഇവൻറ്റിൻ്റെ പുതിയ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നവർ. കാരണം നമ്മുടെ iWatch ഒക്കെ ഉണ്ടാവില്ല, അതിന് പുതിയൊരു കറുത്ത ഒരു സംഭവമൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഒരു മെയിൻ ഈവൻ്റ് എന്ന് പറയാനുള്ളത്. അല്ലാതെ വേറെ കൂടുതലായിട്ട് അവരൊരു സംഭവം ഇപ്രാവശ്യം ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, നമ്മളത് അങ്ങോട്ടേക്ക് കൂടുതൽ പോകുന്നില്ല. നമുക്ക് 16-16+നെ കുറിച്ച് ബാക്കി പറയാം. സോ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ അലൂമിനിയം ഡിസൈനാണ് കൊടുത്തിരുന്നത്. കഴിഞ്ഞ വർഷം വന്ന അതേ അലൂമിനിയം ഡിസൈൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ലേറ്റസ്റ്റ് ജനറേഷൻ സെറാമിക് കോട്ടിംഗ് ഉള്ള ഫ്രണ്ട് പ്രൊട്ടക്ഷൻ ആയിരിക്കും തന്നേക്കണമെന്നാണ് നമ്മുടെ ആപ്പിൾ പറയുന്നത്. പിന്നെ ബേസിക്കലി പുറകിൽ വീണ്ടും ഗ്ലാസ് ബാക്ക് തന്നെയാണ് വരുന്നത്. സോ ആ ഒരു പ്രീമിയം ഫീൽ, കഴിഞ്ഞ വർഷത്തെ അതേ ഹോൾഡിങ് ആ പ്രീമിയം ഫീൽ ഈ പ്രാവശ്യത്തെ ഇതിലും വരുന്നതാണ്. പിന്നെ ഐഫോൺ 16-16+ൻ്റെ ഒരു ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെങ്കിൽ ഐഫോൺ 16-ൽ 6.1 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഐഫോൺ 16+ വരുവാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ XDR OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ഇച്ചിരി ആ ഒരു ഡിസ്പ്ലേയുടെ സൈസ് വലുതായെന്നല്ലാതെ അതിൻ്റെ ക്വാളിറ്റിക്ക് ഒരു മാറ്റവും വരുന്നില്ല. പിന്നെ കഴിഞ്ഞ വർഷം വന്ന അതേ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് ഇപ്രാവശ്യവും ഐഫോൺ നമുക്ക് തന്നിരിക്കുന്നത്. സോ എനിക്കറിയാം നമ്മുടെ ചെറിയ ആൻഡ്രോയിഡ് ഫോൺസ്, ഒരു 10,000 രൂപ വരുന്ന ആൻഡ്രോയിഡ് ഫോൺസിന് വരെ 120 ഹെർട്സ് 90 ഹെർട്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു 80,000-70,000 രൂപയുടെ ഒരു ഫോണിന് ഇപ്പോഴും ആപ്പിൾ 60 ഹെർട്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അതൊരു കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കണ്ട. ഓക്കെ, 60 ഹെർട്സ് ആണ്, കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ബട്ട് ഇപ്പോഴും 60 ഹെർട്സ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ല. സോ ആപ്പിൾ പറയുന്നത് 17-ലും 17+നും മിക്കവാറും 120 ഹെർട്സ് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ പറയുന്നു. നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റൂല, ആപ്പിൾ ആയതുകൊണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം വന്ന നമ്മുടെ മ്യൂട്ട് സ്വിച്ച് ഉണ്ടല്ലോ, നോൺ പ്രോ വേരിയൻസിൽ ഇത്രയും കാലം വന്നുകൊണ്ടിരുന്ന മ്യൂട്ട് സ്വിച്ച് ഇപ്രാവശ്യം മാറ്റിയിരിക്കുകയാണ്. അത് മാറ്റി കഴിഞ്ഞ വർഷം വന്ന 15 പ്രോയിനും പ്രോ മാക്സിനും വന്ന ആ ആക്ഷൻ ബട്ടൺ ഇപ്പോൾ ബേസ് വേരിയൻസിന് കൊണ്ടുവന്നിരിക്കുകയാണ് ആപ്പിൾ. സോ നിങ്ങൾക്ക് ആ ആക്ഷൻ ബട്ടൺ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതൊരു സാധാ സൈലൻ്റ് ഇടാൻ പറ്റും. പിന്നെ കുറേ കമാൻഡ്സ് കൊടുക്കാൻ പറ്റും. ഞെക്കിക്കഴിഞ്ഞാൽ കലണ്ടർ ഓപ്പൺ ചെയ്യാനും ക്യാമറ ഓപ്പൺ ചെയ്യാനും അങ്ങനത്തെയൊക്കെ കുറേ കമാൻഡ്സ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഡിസ്പ്ലേയിൽ നോക്കുവാണെങ്കിൽ 1000 നിറ്റ്സിൻ്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ് രണ്ട് ഫോണിലും വരുന്നത്. സോ നമ്മുടെ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, കഴിഞ്ഞ വർഷം നമ്മുടെ ഈ 15 പ്രോയിന്+നൊക്കെ നല്ല ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ തന്നെയാണ് ആപ്പിൾ കൊടുത്തിരുന്നത്. സോ 1000 നിറ്റ്സിൻ്റെ തന്നെയാണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ IP68 വാട്ടർ റെസിസ്റ്റൻസ് ആണ് രണ്ട് ഫോണും. സോ ഇപ്പോൾ നമ്മുടെ ഇന്ന് വെള്ളത്തിൽ വീണാലും അതേപോലെ തന്നെ എന്തെങ്കിലും മഴയൊക്കെ കൊണ്ടാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുന്നതല്ല നമ്മുടെ 16-16+നും. ഇനി ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുവാണെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്യൂഷൻ മെയിൻ ക്യാമറയാണ് രണ്ട് ഫോണിലും കൊടുത്തിരിക്കുന്നത്. സോ ഈ 48 മെഗാ പിക്സൽ എന്ന് പറയുമ്പോഴും നമ്മളിപ്പോൾ 48 മെഗാ പിക്സലിന് ഫോട്ടോ എടുത്തിട്ട് അത് 24 മെഗാ പിക്സലിലേക്ക് അത് കൺവേർട്ട് ചെയ്താണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഔട്ട്പുട്ടിന് വലിയ ക്ലാരിറ്റി കുറവൊന്നും ഉണ്ടാവില്ല. സോ നല്ലൊരു ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്.
എന്നാലും ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. ഓക്കെ, അവർ 48 മെഗാ പിക്സൽ എന്ന് പറഞ്ഞാലും 24 മെഗാ പിക്സലിൻ്റെ ഔട്ട്പുട്ടാണ് അവർ എല്ലാം കഴിഞ്ഞ് നമുക്ക് തരുന്നത്. പിന്നെ 12 മെഗാ പിക്സലിൽ ഒരു അൾട്രാവൈഡ് ക്യാമറ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഓട്ടോ ഫോക്കസ് അൾട്രാവൈഡിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫി ഇതിൽ ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ നിങ്ങൾ നല്ലോണം മാക്രോ ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ 16 16+ എന്തായാലും മാക്രോ ഫോട്ടോഗ്രാഫിയുടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. സോ നല്ലൊരു ഔട്ട്പുട്ടൊക്കെ നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ആപ്പിൾ പറയുന്ന അനുസരിച്ച് 2x ടെലിഫോട്ടോ ലെൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ബേസിക്കലി ഇത് ടെലിഫോട്ടോ എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം സെൻസർ ക്രോപ്പിംഗ് ആണ് ചെയ്യുന്നത്. ഈ ടെലിഫോട്ടോ എന്നൊക്കെ പറയുമ്പോൾ 10x ടെലിഫോട്ടോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് 2xൻ്റെ ഒരു ടെലിഫോട്ടോ എന്ന് വിളിക്കാൻ പറ്റില്ല, അതിനെ സെൻസർ ക്രോപ്പ് എന്നാണ് ബേസിക്കലി വിളിക്കുന്നത്. സോ എന്തായാലും ആപ്പിൾ പക്ഷേ പറയുന്ന ടെലിഫോട്ടോ ആയിട്ടാണ്. സോ ആ ഒരു ഫീച്ചർ അവർ വലിയൊരു ഫീച്ചറായിട്ടാണ് അവർ പറയുന്ന ഒരു ടെലിഫോട്ടോ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ഓക്കെ, സോ എന്തായാലും അത് മെയിൻലി സെൻസർ ക്രോപ്പാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് സൂം ചെയ്യൂലേ, ആ ഒരു സംഭവം കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും, വേറെ സംഭവമൊന്നുമില്ല. അതാണ് മെയിൻലി ആപ്പിൾ ടെലിഫോട്ടോ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആ കഴിഞ്ഞ വർഷം വന്ന ഐഫോൺ 15 15+ ഉണ്ടല്ലോ, അതിൽ വന്ന അതായത് നമ്മൾ 13 തൊട്ട് 15 വരെയുള്ളതിൻ്റെ നോൺ പ്രോ വേരിയൻസിലൊക്കെ ഡയഗണലായിട്ടായിരുന്നു നമ്മുടെ ക്യാമറയുടെ പൊസിഷൻ. ബട്ട് ഇപ്പം നേരെ പണ്ടത്തെ നമ്മുടെ 12-ലും 12 മിനിയിലൊക്കെ വന്ന അതേ നേരെ ക്യാമറയൊക്കെ ആക്കിയത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ സ്പേഷ്യൽ വീഡിയോയും സ്പേഷ്യൽ ഫോട്ടോസും ഇത് സപ്പോർട്ട് ചെയ്യും. സോ അത് കാണണമെങ്കിൽ 3 ലക്ഷം രൂപയുടെ ആ സംഭവം മേടിച്ചാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അത് വേറൊരു കാര്യമാണ്. പിന്നെ വീഡിയോ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 4K 60 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷനായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ മെയിൻ വരുന്നൊരു മാറ്റം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ സിനിമാറ്റിക് മോഡൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഐഫോണിൽ. സോ അതൊക്കെ എടുക്കുമ്പോൾ കുറേ സൗണ്ട് ഒപ്റ്റിമൈസേഷൻ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറത്ത് എന്തെങ്കിലും നോയ്സും അങ്ങനത്തെയൊക്കെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് നിങ്ങളുടെ വോയിസ് ഒന്നുകൂടെ ബൂസ്റ്റപ്പ് ഒക്കെ ചെയ്യുന്നതാണ് ഈ മെയിനിലായിട്ട് സൗണ്ട് ഒപ്റ്റിമൈസേഷൻ വരുന്നത്. പിന്നെ ക്ലാരിറ്റി എന്തായാലും നല്ല സെറ്റായിരിക്കും, കാരണം 4K 60 FPS ആണ് മാക്സിമം റെസൊല്യൂഷൻ. സോ ഐഫോണിൻ്റെ വീഡിയോ ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാമല്ലോ. നല്ല സൂപ്പർ ഔട്ട്പുട്ട് തന്നെയാണ് ഐഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് നമുക്ക് വരുന്നത്. പിന്നെ ലേറ്റസ്റ്റ് ആയ Wi-Fi 7 ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.3 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ പറയാൻ പോയൊരു കാര്യം ക്യാപ്ചർ ബട്ടണാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഫോൺസിലൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് ക്യാപ്ചർ ബട്ടൺ. സോ ഇതാണ് ക്യാപ്ചർ ബട്ടൺ എന്ന് പറയുന്നത്. സോ നമുക്ക് സാധാ നമ്മൾ ക്യാമറയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ DSLR മിറർലെസ് ക്യാമറയൊക്കെ ഫോട്ടോ എടുക്കുന്നത് ഇങ്ങനെ പിടിച്ച് ഞെക്കിയാണ് ഫോട്ടോ എടുക്കുന്നത്. സോ അതേപോലത്തെ ഒരു സംഭവം നമ്മുടെ ഐഫോണിലും വന്നിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഇതിൽ കുറേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഇതൊന്ന് ഞെക്കി കഴിഞ്ഞാൽ സൂം ഔട്ട് ചെയ്യാം, സൂം ഇൻ ചെയ്യാം, സൂം ഔട്ടൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ISO അങ്ങനത്തെ കുറേ സംഭവമുണ്ടല്ലോ പ്രോ മോഡിൽ എടുക്കുന്നത്. ആ സംഭവങ്ങളെല്ലാം നമുക്കിതിൽ കസ്റ്റമൈസേഷൻ ഈ ഒരു ബട്ടണിൽ കൂടെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ഈസ് വെരി ഗുഡ്. കാരണം നിങ്ങളിപ്പോൾ നല്ലോണം ഫോട്ടോയൊക്കെ എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അധികം അത് മാറ്റിയൊക്കെ പോകേണ്ട ഒരു ആവശ്യമില്ല. ആ ഒരു ബട്ടണിൽ കൂടെ തന്നെ നേരെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ആപ്പിൾ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഗൂഗിൾ ലെൻസ് വഴി എന്തെങ്കിലും ഒരു ഹോട്ടലൊക്കെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമല്ലോ. സോ ആ ഒരു സാധനം നമ്മുടെ ഈ ക്യാപ്ചർ ബട്ടൺ കൂടെ ഒരു ഹോട്ടലിൽ കൊണ്ടിങ്ങനെ ഹോട്ടലിൻ്റെ പുറത്ത് വന്ന് അതിൻ്റെ പേരിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ എടുത്തുതരും. സോ അതൊക്കെ തന്നെയാണ് ഈ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ബട്ട് എന്തൊക്കെ ഈ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാലും ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്കത് കിട്ടുന്നല്ല. ഇനി വരുന്ന ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ അത് തരുള്ളൂ. സോ അത് ഭയങ്കര ഒരു വൃത്തിയായിട്ട ഒരു പരിപാടിയായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ഫോൺ ഇറങ്ങുമ്പോൾ അതിലെല്ലാം കൂടെ തരുന്നതല്ലേ നല്ലത്, അതല്ലാതെ വേറൊരു അപ്ഡേറ്റിൽ കൂടെ വരുവാണെങ്കിൽ ആ ഒരു സമയത്ത് ഇറക്കുന്നതല്ലേ നല്ലത്. സോ ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളിനി ആപ്പിൾ ഫാൻസ് ആണെങ്കിൽ ഞാൻ പറയുന്നതിന് സോറി. പിന്നെ കഴിഞ്ഞ വർഷം വന്ന പോലെ USB Type-C ആണ് വരുന്നത്. USB 2.2 ആണ് കൊടുത്തിരിക്കുന്നത്. സോ കുറച്ചും കൂടെ ബാറ്ററി ചാർജിങ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. സോ 50% ചാർജിങ് 30 മിനിറ്റ്സിനുള്ളിൽ പറ്റുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 30 വാട്ടിൽ 50 മിനിറ്റ്സിനുള്ളിൽ ചാർജ് ചെയ്യാൻ 50% 30 മിനിറ്റ്സിനുള്ളിൽ ആവുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഫുൾ ചാർജ് ആവുമെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഈ അൺബോക്സിങ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക. ഓക്കെ, എന്നാലും എനിക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ മേടിക്കാൻ പറ്റും. ഓക്കെ, സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഒരു ഫോണിൽ ഏറ്റവും മെയിൻ ഒരു ഹൈലൈറ്റ്, അതിന് ജീവൻ കൊടുക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് A18 ബയോണിക് ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. iPhone 15-നും 15+-നും അതേപോലെ അതിന് താഴെ വന്നതിനകത്ത് ഒരു ഇതെന്താണെന്ന് വെച്ചാൽ A16 A15 അതൊക്കെയാണെന്ന് വെച്ചാൽ
പ്രോ മാക്സിൽ വന്ന സംഭവം പേര് മാറ്റി നമ്മുടെ നോൺ പ്രോ വേരിയൻസിൽ ഇറക്കാറാണ് പതിവ് ഉണ്ടായിരുന്നത്. ബട്ട് ഇവിടെ നമുക്കൊരു വ്യത്യാസമായിട്ട് A17 കൊടുക്കാതെ നേരെ A18 ആണ് ഐഫോൺ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ആപ്പിൾ പറയുന്നത് കഴിഞ്ഞ വർഷം വന്ന 15-ഉം 15 പ്ലസിലും വന്ന A16നെക്കാട്ടും 30% ഫാസ്റ്ററാണ് നമ്മുടെ ഈ A18-ഉം. അതേപോലെ തന്നെ ഐഫോൺ 14-ലുള്ള A15-ഉം A15 ബയോണിക് ചിപ്സിനെക്കാട്ടും 50% മാക്സിമം സ്പീഡ് ഇതിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിനും കുറഞ്ഞ ഡിവൈസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അതായത് 13, 14-ലൊക്കെ കാട്ടും 12-ഉം 13-നെക്കാട്ടും 2 ഇരട്ടി നമുക്ക് ഫാസ്റ്ററാണ് ഐഫോൺ A18-ലെ ബയോണിക് ചിപ്പ് സെറ്റ് എന്നാണ് പറയുന്നത്. സോ എന്തായാലും ശരിയായിരിക്കും, കാരണം കുറച്ച് സംഭവങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. സോ ഗെയിമിംഗ് ഒക്കെ നല്ല സെറ്റായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഗ്രാഫൈറ്റ് ഷീറ്റ് ലെയറിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ വരുന്ന ആ തെർമൽ വേപ്പർ കൂളിംഗ് ഉണ്ടല്ലോ, ആ സംഭവം തന്നെയാണ്. സോ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ആ ഒരു ചൂടൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും. പിന്നെ AAA ഗെയിംസിൻ്റെ സപ്പോർട്ട് ഐഫോൺ 16-ഉം 16 പ്ലസിലും വരുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ഐഫോൺ 15 പ്രോയ്ക്കും പ്രോ മാക്സിനും മാത്രമേ ഈ സംഭവം ഉണ്ടായിരുന്നുള്ളൂ. സോ ഇവിടെ ബേസ് വേരിയൻസിന് അവർ സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് ആ കൺട്രോളൊക്കെ വെച്ച് നിങ്ങൾക്ക് AAA ഗെയിംസ് കളിക്കാവുന്നതാണ്. ബട്ട് ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ ബാറ്ററി നല്ലോണം വലിക്കും. ഓക്കെ, നമുക്ക് 16 പ്ലസിൻ്റെ ബാറ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ 16-ൽ വരുന്നത് 3561 mAh ബാറ്ററിയാണ് വരുന്നത്. സോ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ട് ഒരു 6% കൂട്ടിയിട്ടുണ്ട് ബാറ്ററി ലൈഫ്. ബട്ട് 16 പ്ലസിൽ നോക്കുകയാണെങ്കിൽ 4006 mAh ബാറ്ററിയാണ് വരുന്നത്. സോ കഴിഞ്ഞ വർഷത്തെക്കാട്ടും 8% ബാറ്ററി ബാക്കപ്പ് കുറച്ചിരിക്കുകയാണ് 16 പ്ലസിൽ നോക്കുകയാണെങ്കിൽ. സോ അതൊരു വൃത്തിയായിട്ട പരിപാടിയായി പോയി, കാരണം കഴിഞ്ഞ പ്രാവശ്യം 15 പ്ലസ് കൂടുതൽ എടുത്ത് ബാറ്ററി ബാക്കപ്പ് കണ്ടിട്ടാണ്. ഓക്കെ, സോ അങ്ങനെ കുറേ 15 പ്രോയ്ക്ക് ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞ കാരണം 15 പ്ലസ് കുറേ പേര് അങ്ങനെ എടുത്തിട്ടുണ്ട്. സോ ആ ഒരു സംഭവം ആപ്പിളിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. സോ ഇവിടെ ഐഫോൺ 16 പ്ലസിന് 8% ബാറ്ററി ബാക്കപ്പ് കുറച്ചിരിക്കുകയാണ്. പിന്നെ 128 GB ആണ് ബേസ് വേരിയൻസ് ആയിട്ട് വരുന്നത് രണ്ടിലും. സോ ഇതൊക്കെയാണ് നമ്മുടെ ഐഫോൺ 16-ഉം 16 പ്ലസിൻ്റെയും കുറച്ച് ഫീച്ചേഴ്സ്. പിന്നെ 16-ൻ്റെ നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് 80,000 രൂപയാണ്. മറ്റിടത്തും ഒരു 80 കറക്റ്റ് എനിക്കറിയില്ല, അത് നോക്കണം. ഓക്കെ, അതായത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം 16 പ്ലസിൻ്റെ. മറ്റേ 16-ന് 80,000 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് ആയിട്ട് വരുന്നത് 128 GB. സോ ഇതൊക്കെയാണ് നമ്മുടെ 16-ഉം 16 പ്ലസിൻ്റെയും കുറച്ച് ഫീച്ചേഴ്സ് സംഭവങ്ങളൊക്കെ. സോ ഇനി എന്തായാലും സെപ്റ്റംബർ 20 തൊട്ടോ അങ്ങാണ്ടും നമ്മളിതിൻ്റെ സീരീസ് ഒക്കെ തുടങ്ങുന്നതാണ്. സോ കുറേ യൂട്യൂബേഴ്സ് എന്തായാലും അതിൻ്റെ അൺബോക്സിങ്ങും ഇതൊക്കെ ഇടുന്നതാണ്. സോ നിങ്ങളിത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. സോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ അൺബോക്സിങ്ങും റിവ്യൂവും കണ്ടിട്ട് മാത്രം ഒരു ഫോൺ എടുക്കുക. കാരണം യൂസ് ചെയ്യുമ്പോഴേ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഫീച്ചേഴ്സിനെക്കാട്ടും. ഇപ്പോൾ എത്രത്തോളം ഒരു ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്യുമ്പോൾ അത് അതേപോലെ കിട്ടണമെന്നില്ല. സോ ബട്ട് ഇവിടെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം നല്ലതായിരിക്കും. ഓക്കെ, ആപ്പിളൊക്കെ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. കാരണം 15 പ്ലസൊക്കെ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയായിരുന്നല്ലോ. ബട്ട് ഈ 60 ഹെർട്സിൻ്റെയും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഫോൺ നല്ല തന്നെയാണ്, നല്ല കമ്പനിയൊക്കെ ആണല്ലോ. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് വന്നിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതേപോലത്തെ വീഡിയോസിനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. പിന്നെ കൂടെ കണ്ട ബെല്ലേക്കണം ഉള്ളിടുക, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. 15-ഉം 15 പ്രോയിൻ്റെയും 16-ൻ്റെ പ്രോ മാക്സും പ്രോയിൻ്റെയും ഒരു വീഡിയോ വരുന്നതാണ്. സോ അതിനും കൂടെ വെയിറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.